persistent ആണ്. ഇപ്പം എന്തോ സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കണക്ഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആരെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ബേസിക്സ് ഓഫ് വെക്ടർ കാൽക്കുലസ്. വെക്ടർ കാൽക്കുലസിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് ബേസിക് കൺസെപ്റ്റ്, വെക്ടർ കാൽക്കുലസിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ കാരണം ഇത് മാത്സ് നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് അല്ല, മാത്സ് അല്ലല്ലോ. കാരണം നമ്മൾ മെയിൻലി ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനെന്താണ്, അതിന് വെക്ടർ കാൽക്കുലസ് പഠിച്ചാലേ മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ് 4 ഇക്വേഷൻ കൺസിസ്റ്റ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക്സ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക്സും ഇലക്ട്രോഡൈനാമിക്സും മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ആ ഉദ്ദേശത്തിലാണ് നമ്മൾ വെക്ടർ കാൽക്കുലസ് പഠിക്കുന്നത്. സോ വി സ്റ്റഡി വാട്ട് ഈസ് ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു. What is del operator and gradient is the gradient scalar function or a scalar field varies with respect to each coordinate, or the direction of the gradient is in the particular direction in which the scalar function changes most rapidly, or in which direction there is more or maximum space rate change of function. അതായത് ഈ ഫംഗ്ഷൻ ഏത് ഡയറക്ഷനിലാണ് ഏറ്റവും അധികം ചേഞ്ച് കാണിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഗ്രേഡിയൻ്റ് ഡയറക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഓൾസോ ഡൈവർജൻസ് ഓഫ് എ വെക്ടർ, നമ്മൾ അടുത്ത് പഠിച്ച ഡൈവർജൻസ് ആണ്. വാട്ട് ഈസ് ഡൈവർജൻസ് ഓഫ് എ വെക്ടർ? we know the two vector products. നമുക്ക് 2 വെക്ടർ പ്രൊഡക്ട്സ് അറിയാം. വെക്ടർ മൾട്ടിപ്ലിക്കേഷന് 2 വഴികളുണ്ട്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. ആൻഡ് ദി ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ദ ഡെൽ ഓപ്പറേറ്റർ ആൻഡ് വെക്ടർ, an arbitrary vector A, we can call that divergence. That means if del is equal to, നമുക്കറിയാം del is equal to dou by dou x I cap plus dou by j cap plus dou by dou z k cap. A എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ എന്താണ്, A is equal to ax I cap plus ay j cap plus az k cap. So what is the dot product between these? And in a dot product എന്ന് പറഞ്ഞാൽ it is the dou a by dou x plus dou ay by dou y plus dou az by dou z. And what is the physical significance of divergence? This divergence ന്റെ physical significance എന്താണ്? ഡൈവർജൻസിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടി ഞാൻ നേരത്തെ വാട്ടറിന്റെ ഫ്ലോ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ദ ഡിസ്കസ് വാട്ടർ ത്രൂ എ സിങ്ക്, ഒരു സിങ്കിൽ കൂടി അല്ലെങ്കിൽ വാഷ് ബേസിനിൽ വാട്ടറിന്റെ ഫ്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് divergence of a vector means how much flux is passing through a specific area. ഉദാഹരണത്തിന്, if we are considering magnetic field, consider the magnetic field ആണെന്ന് വിചാരിച്ചോ. if we are considering magnetic field, then if we consider an area, this നമ്മൾ ഇങ്ങനെ ഒരു ആർബിട്രറി ഏരിയ എ എടുത്തു അല്ലെങ്കിൽ ആർബിട്രറി വോളിയം എ എടുത്തു, then what is the total flux through that surface? ആ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് എന്താ? what is the flux എന്ന് പറഞ്ഞാൽ number of lines passing through that area. 3 lines are coming towards this area. ഈ ഏരിയൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? 3 flux, magnetic flux. Consider this is magnetic flux. Then we know that 3 magnetic flux lines are coming towards this area and 3 magnetic flux lines are leaving this area. So the total flux in this imaginary loop or in this imaginary volume can be said as 0. എന്താണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലക്സ് ലൈൻസ് വന്നു അത്രത്തോളം ലീവ് ചെയ്തു. സോ
So we can represent that fact as del dot b equal to 0. Divergence എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബി ഡോട്ട് ഡി എസ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി സർഫസ് എടുത്തിട്ട് അതിൽ എത്രത്തോളം ഫ്ലക്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇമാജിനറി വോളിയത്തിൽ, ദാറ്റ് ഈസ് ഡൈവേർജൻസ്. ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 ഇതായിരുന്നു നമ്മൾ പഠിച്ച ഗോസസ് ലോ. സോ ഈ ഗോസസ് ലോ ഒക്കെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കുക. സോ the physical significance of divergence is we can explain the magnetic flux or the flux of any vector or the movement of any vector using this concept of divergence. Next one is we said about curl of vector. What is the curl of vector? It says about how much rotational momentum each point in a vector field have. ഒരു വെക്ടർ ഫീൽഡിലെ ഓരോ പോയിന്റിനും എത്രത്തോളം റൊട്ടേഷണൽ മൊമെന്റം ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റൊട്ടേഷണൽ എനർജി. ഓരോ വെക്ടർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം റൊട്ടേഷണൽ മൊമെന്റം ഉണ്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന വെക്ടർ ഓപ്പറേഷനാണ് കേൾ. കേൾ എന്ന വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കേൾ ഓഫ് എ വെക്ടർ ഓൾസോ മാത്തമാറ്റിക്കലി ഡിഫൈനിങ് കേൾ ഈസ് ഡിഫൈൻഡ് ആസ് the vector product between operator del and vector f. If vector f is a function defined as f of x I cap plus k plus f s z cap, then curl of f can be defined as del cross f or determinant of I j cap dou by dou x. This is the components of that vector. എന്താണ് കേൾ? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു, ഗ്രേഡിയന്റ് പഠിച്ചു, ഡൈവേർജൻസ് പഠിച്ചു, കേൾ പഠിച്ചു. Next we are going to study what is line integral. എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ? ലൈൻ ഇന്റഗ്രൽ is an integral where the function to be integrated is evaluated, or the line integral means that the path in the question. ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Consider we have a path here. A to B. A എന്ന പോയിന്റ് നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പോകുന്ന ഒരു പാത്ത് ഉണ്ടെന്ന് വിചാരിക്കും. കൺസിഡർ there is a path connecting 2 points A and B, and line integral of a function f of x along this path means dividing this function, this path in the question should be divided into infinitesimal area. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാത്തിനെ നമ്മൾ ചെറിയ ചെറിയ ഇൻഫിനിറ്റസിമൽ ഏരിയ ഉള്ള എലമെന്റ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് each infinitesimal length has a length dl, and calculate what is the value of this function at this point. ഈ dl എന്ന് പറയുന്ന ലെങ്ത്തിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ് എടുക്കുക, അടുത്ത ഒരു എലമെന്റ് ഓഫ് ഏരിയ എടുക്കുക. ആ ഒരു ഏരിയയിൽ എത്രത്തോളം and summing all up. So what is the sum of this function, or what is the sum value of function all along this path? A മുതൽ B വരെ ഈ f of x ന്റെ വാല്യൂ എന്താണ്? It is the sum of the function f of x all along the path dl. dl എന്ന എലമെന്ററി പാർട്ടിൽ ഓരോ dlലും ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ എലമെന്ററി പാർട്സും സം അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get the total value of this function. Similarly, line integral means it is the integral where function should be integrated all along a curve. അതായത് ഈ കർവിന്റെ ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക, നോട്ട് ചെയ്യുക. അങ്ങനെ ഓരോ കർവിലും നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് നോട്ട് ചെയ്യുന്നു. സോ വി ക്യാൻ റെപ്രസെന്റ് ദിസ് പ്രോസസ് ആസ് ഇന്റഗ്രൽ a to b f of x dl. or അല്ലെങ്കിൽ consider what is the work done by a charge q on moving from point A to B. Consider we have some point A to B. We have a path which connecting A to B. Then we have a charge q, and we want to find the work done by this charge q from moving A to B. A മുതൽ B, A എന്ന പോയിന്റ് മുതൽ B എന്ന പോയിന്റ് വരെ മൂവ് ചെയ്യുന്ന സമയം കൊണ്ട് എത്രത്തോളം വർക്ക്, ചാർജ് എത്രത്തോളം വർക്ക് ചെയ്തു. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ചാർജ് ഇൻ മൂവിങ് ഫ്രം എ ടു ബി ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യണം എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് ഗിവൺ ബൈ
ഇറ്റ് ക്യാൻ ബി ഗിവൺ ബൈ ലൈൻ ഇൻ്റഗ്രൽ. ഇത് നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ വഴി കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? Now divide this length AB into infinitesimal length. ഇതിനെന്ത് ചെയ്യുക? ചെറിയ ചെറിയ DL എന്ന് പറയുന്ന infinitesimal lengths ഉള്ള elements ആയിട്ട് divide ചെയ്യുക. Now we have this DL and now calculate what is the work done by charge in moving this DL. ഈ DL എന്ന് പറയുന്ന ചെറിയൊരു ലെങ്ത് മൂവ് ചെയ്യാൻ എത്രത്തോളം വർക്ക് ചെയ്യണം? We know what is the work done by charge. Q equal to QE into DL. So work needed to, or work done by charge to move a infinitesimal length DL is given by W is equal to QE into QE dot DL. So what will be the work needed to, or work done by charge to move A to B? A എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പം ചാർജ് ചെയ്തിട്ടുള്ള വർക്ക് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി സം ഓഫ് ദി വർക്ക് ഡൺ ബൈ ഓൾ ദിസ് DL. ഓരോ DL ലെങ്ത്തും മൂവ് ചെയ്യുമ്പോൾ ഉള്ള വർക്കിന്റെ സം ആയിരിക്കും. Or work W is given by sum of QE DL. Or replacing this sum by integral. ഈ സമ്മേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ വർക്ക് ഡൺ ബൈ ചാർജ് is given by ഇന്റഗ്രൽ എവിടെ മുതൽ? A to B QE dot DL. Okay. Using line integration, we get work done by move B. So എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്? ലൈൻ ബി ഇന്റഗ്രേറ്റഡ് നമുക്ക്, പക്ഷെ എന്താണ് കണ്ടീഷൻ? എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന ഒരു കോണ്ടൂർ പാത്തിൽ to find the value point or the each division in the path, and we want to sum that. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന പാത്തിനെ ഇൻഫിനിറ്റ്സിമൽ എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സം അപ്പ്. സോ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ലൈൻ ഇന്റഗ്രൽ ഈസ് calculating the work done by a charge moving from some point A to B. So we divided this path into infinitesimal parts of length DL. Then we calculated what is the work in this infinitesimal length DL. Then we get that W equal to QE into DL. So in order to find the total work done by charge to reach point B, A and B like etan charge ചെയ്ത total work എങ്ങനെ കണ്ടുപിടിക്കും? Just sum up all the work done by this charge in each length. ഓരോ DL എലമെന്റിലും, അതായത് ഈ ഓരോ DLലും ചാർജ് ചെയ്ത വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓർ summation of QE into DL, or replacing by integral, work done is integral A to B QE DL. So here we use a path. ഈ ഇന്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യുന്നു? A മുതൽ B വരെ ഈ പാത്തിൽ കൂടിയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. So we call this as line integral or path integral. Next one is surface integral. What is surface integral? It indicates that the surface in the question is to be divided into infinitesimal elements of area ds, and quantity in the question is to be evaluated for each infinitesimal element of area, and sum is to be taken for entire surface. നമ്മൾ ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ അല്ലെങ്കിൽ പാത്ത് ഇന്റഗ്രലിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ, what we have done in the case of line integral, we divided that path or line into infinitesimal elements of length DL. Now in the case of surface integralന്റെ കേസിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന സർഫസിന് we have a surface here, then we are dividing the surface into infinitesimal elements of area ds. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അതിലൊരു സർഫസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ വി ആർ ഡിവൈഡിങ്, നമ്മൾ ആ സർഫസിനെ മൊത്തം ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ചെറിയ ചെറിയ ഏരിയ ആയിട്ട് എടുക്കുന്നു. ലെറ്റ്സ് ഇഫ് ദിസ് സർഫസ് ഈസ് എസ്, the infinitesimal area, let's say this infinitesimal area is represented as ds, and then evaluate what is the value of function or what is the value of quantity in the question at this surface. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു എലമെന്റൽ ഏരിയയിലുള്ള ഏരിയയിൽ നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ അല്ലെ വെക്ടർ ഫംഗ്ഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ വാല്യൂ എന്താണ്? ജസ്റ്റ് നോട്ട് ഡൗൺ സം ഇ എന്നാണ് വെക്ടർ ഫംഗ്ഷൻ വാല്യൂ എന്ന് വിചാരിക്കുക. Then how can we calculate this value of function all over the surface? അങ്ങനെയാണെങ്കിൽ സർഫസിൽ മൊത്തം ഈ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
by summing up all the value of function. അതായത് ഡി എസ് എന്ന എലമെന്റിൽ എത്രത്തോളമാണ് ഫംഗ്ഷന്റെ വാല്യൂ, അതിന്റെ അതിനെ സമ്മപ്പ് ചെയ്താൽ മതി. കാരണം ദിസ് സർഫസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദിസ് എലമെന്റൽ ഏരിയ ഡി എസ്. ഇത് ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം, ജസ്റ്റ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. കൺസിഡർ വി ഹാവ് എ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസ് ആണ് പറയുന്നത്, ക്ലോസ്ഡ് സർഫസ് അല്ല, ഓപ്പൺ സർഫസ്. We have a closed surface. We take an infinite similar area of element ds. We are taking an area ds. This is surface S. Then electric flux through that area is given by the area electric flux. What will be the electric flux through this area? Electric flux through this area is given by phi equal to E dot ds. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് E എന്താണ്? E is the electric flux density. The term E represent electric flux density. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? It is the flux, number of flux through number of flux line, number of magnetic field lines, or it is the flux through unit area. യൂണിറ്റ് ഏരിയയിൽ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് എന്ത്? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഡി എസ് എന്ന എലമെന്റൽ ഏരിയയിലൂടെ എത്ര ഫ്ലക്സ് പാസ് ചെയ്യും? Just multiply flux density with this the elemental area. So the flux through elemental area d is given by phi equal to E dot ds. Then if we want to calculate total flux, that magnetic field lines താഴെ നിന്ന് ഇങ്ങനെ എമർജ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. So what will be the total flux through this area? Through this surface S. ഈ സർഫസ് എസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കാണാൻ പറ്റും? ജസ്റ്റ് സമ്മ എന്ത് ചെയ്യുക, ഡി എസ് എന്ന എലമെന്റിൽ കൂടി എത്ര ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സമ്മപ്പ് ചെയ്താൽ മതി. കാരണം ദിസ് സർഫസ് എസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി സ്മോൾ ഇൻഫിനിറ്റസിമൽ ഏരിയാസ് ഡി എസ്. സോ ഇഫ് യു വാണ്ട് ടു നോ the total flux through that surface, just sum up E dot ds, or replacing sum over surface by integral phi is given by S E dot ds. എന്ത് ചെയ്യാം, ജസ്റ്റ് സർഫസ് ഇന്റഗ്രൽ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? You can calculate that surface. സർഫസ് ഇന്റഗ്രൽ എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ത്രൂ എ സർഫസ്. അതായത് സർഫസിൽ പാസ് ചെയ്യുന്ന ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ഹാവ് എ സർഫസ് എസ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സർഫസ് എസ് ഉണ്ട്. We divided this surface S into infinitely small elements, small elemental areas of area ds. ds area ഉള്ള കുറേ എലമെന്റ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. Now we calculate what is the amount of flux through this elemental area ds. ഈ ds എന്ന ഏരിയയിൽ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ്? It is given by multiplication of that area into flux density. ആ ഏരിയയിൽ എന്ത് ചെയ്യുക? ഫ്ലക്സ് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്രയാണ് ആ ഏരിയയിലുള്ള ഫ്ലക്സ് എന്ന് കിട്ടും. And if we want to know what is the total flux through the surfaces, ഈ എസ് എന്ന സർഫസിലൂടെ മുഴുവൻ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സം അപ്പ് ഓൾ ദി ഫ്ലക്സ് ത്രൂ. ഈ ഓരോ ഡി എസ് എന്ന എലമെന്റൽ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ സമ്മേഷൻ എടുത്താൽ പോരെ, ഇതെല്ലാം കൂട്ടിയാൽ പോരെ. സോ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഫ്ലക്സ്, ഓർ വി ക്യാൻ സേ ദ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഇന്റഗ്രൽ ഇ ഡോട്ട് ടി എസ്, ഓർ റീപ്ലേസിംഗ് ബൈ ഇന്റഗ്രേഷൻ സൈൻ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു തരം സമ്മേഷനാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. സോ റീപ്ലേസിംഗ് വിത്ത് ഇന്റഗ്രൽ സൈൻ ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ് ഈസ് ഇ ഡോട്ട് ഡി എസ്. നെക്സ്റ്റ് നമ്മൾ രണ്ട് ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും പഠിച്ചു. രണ്ടും കേസിൽ സെയിം ആണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട പാത്ത് ഉണ്ടാവും. ജസ്റ്റ് ഡിവൈഡ് ദിസ് പാത്ത്, divide this line or path into infinitesimal lines and calculate the value of function for each length. Then sum up or integrate. Similarly, for surface integral, divide our surface given area or area in the question into infinitesimal elements. Now calculate the quantity of function or calculate the value of function. If it is electric flux, and what is the flux through that elemental area? And if we want the total flux through that area, just sum up or integrate. Just to perform surface integral. Similarly, volume integral adakka thaneyanu. What is volume integral? It indicates that the volume in the question is to be divided into infinitesimal elements of volume, and the quantity in the question is to be evaluated for each infinitesimal element of volume
and the sum is to be taken to entire volume. അതായത് ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും പോലൊക്കെ തന്നെയാണ് എന്താണ് വോളിയം ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ. വോളിയം ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വോളിയത്തെ എന്ത് ചെയ്യാം, ഡിവൈഡ് ദിസ് വോളിയം ഇൻറ്റു ഇൻഫിനിറ്റ്സിമൽ എലമെൻറ്റ്സ് ഓഫ് വോളിയം. ഇതിനെ ഒരു ഇൻഫിനിറ്റ്സിമൽ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് സേ ഈച്ച് എലമെൻറ്റ് ഹാവ് സം വോളിയം ഡി വി. ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും, ലെറ്റ്സ് സേ ദ എലമെൻ്റൽ വോളിയം ഇസ് ഡി വി. then calculate what is the value of the function we are dealing with. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഹീറ്റ് എനർജിയാണ്, ഒരു മെറ്റീരിയലിൻ്റെ ഹീറ്റ് എനർജിയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഹീറ്റ് ഇൻ എ എലമെൻ്റൽ വോളിയം ടി വി. അതായത് ചെറിയൊരു ഒരു മെറ്റീരിയലിൽ ചെറിയൊരു ഭാഗം എടുത്തു, അതിൽ എത്രത്തോളം ഹീറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ പാർട്ടിലെയും ചെറിയ എലമെൻ്റൽ വോളിയത്തിലെ ഡി വിയിലെ ഹീറ്റിൻ്റെ സമ്മായിരിക്കും total heat energy. The total heat energy of this material is the sum of the energy in each elemental volume dV. So by volume integrating this heat energy E over dV gives the total energy. So volume integral എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന വോളിയത്തെ divide it into small parts and calculate what is the value of function in this small elemental volume dV. Now integrate it to calculate what is the value of function all over the volume. Okay. So നമ്മൾ മൂന്ന് കാര്യങ്ങൾ ലൈൻ ഇൻ്റഗ്രൽ എന്താണെന്ന് പഠിച്ചു, സർഫസ് ഇൻ്റഗ്രൽ എന്താണെന്ന് പഠിച്ചു, വോളിയം ഇൻ്റഗ്രൽ എന്താണെന്ന് പഠിച്ചു. Now we are going to study some theorems which relate each other. ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില തിയറംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗോസസ് ഡൈവേർജൻറ്റ് തിയറം. Gauss's divergence theorem, it says that for a closed surfaces surrounding volume V, the divergence of a vector A can be represented as in surface integral A dot ds equal to volume integral del dot A dv. That means if we have a closed surface S, if we have a closed surface S, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ക്ലോസ്ഡ് സർഫസ് എസ് ഉണ്ടെന്ന്. And this closed surface S means they are surrounding a volume V. അതിപ്പോൾ ഒരു സിലിണ്ടർ ആണ്, if we are considering this cylinder as closed, ഈ ഒരു സിലിണ്ടർ ആണ് ക്ലോസ്ഡ് സർഫസ് എടുക്കുന്നതെങ്കിൽ എന്താണ്, അതൊരു വോളിയത്തെയാണ് കവർ ചെയ്യുന്നത്. സർഫസ് എന്താണ്, ഒരു സിലിണ്ടറിക്കൽ വോളിയത്തെ കവർ ചെയ്യുന്നു. ഇഫ് വി ആർ ടേക്കിംഗ് എ സ്പിയർ, ഒരു സ്പിയർ ആണ് എടുക്കുന്നതെങ്കിൽ the surface of that sphere is covering that spherical volume. So for a closed surfaces surrounding a volume V, the divergence of a vector A can be expressed. ഒരു വെക്ടറിന്റെ ഡൈവേർജൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? Gauss's divergence theorem says that surface integral A dot ds, surface integral over A dot ds equal to volume integral del dot A dv. സോ ഇതിന് പ്രൂഫൊക്കെ കുറച്ച് പണിയാണ്, പ്രൂഫൊക്കെ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ മാത്സിൽ ചെയ്താൽ മതി. സോ now Gauss's divergence theorem relates the surface integral and volume integral related to a vector. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുന്നു, ആ സർഫസ് എസ് ആണെന്ന് വിചാരിക്കുക, അത് സറൗണ്ട് ചെയ്യുന്ന വോളിയം വി ആണെന്ന് വിചാരിക്കുക. then Gauss's divergence theorem gives the relation between surface and volume integral when dealing with the vector A. ഒന്നും കൂടി വായിച്ച് ഏൽപ്പിക്കാം. ഈ സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഈക്വൽ ടു വെക്ടർ വി ഡെൽ ഡോട്ട് എ ഡി വി ആൻഡ് ഡി എസ് ഈക്വൽ ടു ഡി എസ് ഡോട്ട് എൻ. ഡി എസ് എന്ന് പറയുന്നത് വെക്ടർ ആയിരിക്കണമല്ലോ, കാരണം ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡി എസ് ഈക്വൽ ടു ഡി എസ് ഡോട്ട് എൻ ആൻഡ് എൻ ഈസ് ദ യൂണിറ്റ് ഔട്ട്വേർഡ് നോർമൽ ടു സർഫസസ്. നമ്മളിപ്പോൾ ഒരു സ്പെറിക്കൽ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ യൂണിറ്റ് വെക്ടർ എൻ ഈസ് ദ വെക്ടർ യൂണിറ്റ് വെക്ടർ which have a direction normal towards surfaces. അതായത് സർഫസ് എസിനോട് നോർമൽ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിരിക്കും എൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. സോ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി, കാരണം മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നു വി നോ ഗോസസ് ഡൈവേർജൻസ് തിയറം, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ടേംസ് ഓഫ് വോളിയം ഇൻ്റഗ്രൽ. സോ നമ്മൾ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സർഫസ് ഇൻ്റഗ്രൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ടാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം പഠിക്കുന്നത്. സോ ഗോസസ് ഡൈവേർജൻസ് തിയറം റിലേറ്റ്സ് ദ സർഫസ് ഇൻ്റഗ്രൽ ആൻഡ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. Next one is Stokes theorem. Stokes theorem connect the line integral and surface integral. If C is a closed contour around the edge of an open surface, consider we have an open surface
And if C is a closed contour or C is a closed contour എന്ന് പറയുന്നത് ഒരു ലൈൻ or path എന്ന് കണ്ടാൽ മതി. If C is a closed line or path around an edge of an open surface, if this is surface S and this is contour C, ഇതാണ് surface S. ഈ അറ്റത്തൂടെ പോകുന്ന ലൈനാണ് എന്ത്? C, contour C. Then Stokes theorem says that Stokes theorem relates between the path integral along this line or the line integral along this line C and the surface integral over this surface by integral line integral over A dot dl equal to surface integral del cross A dot ds. അതായത് സ്റ്റോക്സ് തിയറം എന്താണ്? ഒരു ഓപ്പൺ സർഫസ് എടുക്കുക, അതിൻ്റെ അറ്റത്തൂടെ പോകുന്ന ലൈൻ ഓർ ദി ലൈൻ വിച്ച് ഡിഫൈൻസ് ദ ബൗണ്ടറി ഓഫ് സർഫസ്. ഈ സർഫസിൻ്റെ ബൗണ്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈനാണ്, കോണ്ടൂർ ആണ് സി. സോ Stokes theorem relates between the line integral over this contour C, the surface integral over S. ഇതിനെ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കാന്നാ പറയുന്നത്? Stokes theorem says that contour integral or line integral A dot dl equal to surface integral del cross A dot ds. ഇതും മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? മാക്സ്വെല്ലിൻ്റെ ഫോർത്ത് ഇക്വേഷനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ വി ഹാവ് എ പാത്ത് ഇൻ്റഗ്രൽ some we can say E dot dl, we have some path integral E dot dl, then we can transform that integral into surface integral del cross E into ds. നമുക്കിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇ ഡോട്ട് ഡി എല്ലിൻ്റെ ഒരു പാത്ത് ഇൻ്റഗ്രൽ കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അപ്പം തന്നെ പറയാം സ്റ്റോക്സ് തിയറം സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡി എസ് ആൻഡ് ദിസ് സർഫസ് ഷുഡ് ബി covered by this contour. ഈ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോണ്ടൂർ എഡ്ജ് ചെയ്യുന്ന സർഫസ് ആയിരിക്കും. സോ ഇതുവരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടർ കാൽക്കുലസ് ആണ് പഠിച്ചത്. വാട്ട് ആർ ദി ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടർ കാൽക്കുലസ്? എന്തിനാണ് ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടർ കാൽക്കുലസ് പഠിച്ചത്? പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ഡിറൈവ് മാക്സ്വെൽസ് ഇക്വേഷൻ. മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെക്ടർ കാൽക്കുലസ് ഫിസിക്സിൽ പഠിക്കുന്നത്. So we are only dealing with fundamentals. First one is what is del operator. Next one is what is gradient, what is divergence, what is curve. And also we discussed what are the physical significance of gradient, divergence and curve. Also we discussed, we discussed what is line integral, what is surface integral, and what is volume integral. Also we discussed what is the relation between this, how can we relate a surface integral and the volume integral, which V is the volume enclosed by this surface. അതായത് ഒരു V വോളിയം എൻക്ലോസ് ചെയ്യുന്ന സർഫസ് ഇൻ്റഗ്രലും കൂടാതെ വോളിയം ഇൻ്റഗ്രലും എങ്ങനെ റിലേറ്റ് ചെയ്യാം? Gauss's divergence theorem gives relation that surface integral A dot ds equal to integral V del dot A dV. Then next one is Stokes theorem. It relates between the line integral and the surface integral. അത് എന്തിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു? ലൈൻ ഇൻ്റഗ്രലിലെയും സർഫസ് ഇൻ്റഗ്രലിലെയും. ഇറ്റ് സേസ് ദാറ്റ് സർഫസ് ഇൻ്റഗ്രൽ ഓവർ സി contour integral or path integral A dot dl is given by surface integral del cross A dot ds. So ഇത് നിങ്ങൾക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു എന്ന് അറിയാം. എൻ്റെ ക്ലാസ് എടുത്തില്ലേ? സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇനി 10 മിനിറ്റ് ഉണ്ട് ഹവർ കഴിയാൻ വേണ്ടി. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകേണ്ടി വരും, കാരണം ക്ലാസ് നടത്താൻ പറ്റൂല. എടാ പിന്നല്ലേ നിങ്ങൾ ഈ സർഫസ് ഇൻ്റഗ്രല്, ലൈൻ ഇൻ്റഗ്രല് ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ടോ?
എക്സാമിന് ഈ മൊഡ്യൂളിൻ്റെ ക്ലാസിഫിക്കേഷൻ വരെയുണ്ട്. ഞാൻ നേരത്തെ പഠിച്ചില്ലേ, നിങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സിൽ എടുത്തില്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതുവരെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതുവരെ ശരിക്കും പഠിക്കുക. അത് ചെറിയ പാർട്ടേ ഉള്ളൂ. ഓക്കെ, ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച ബേസിക്സ് മനസ്സിലാക്കുക. നമ്മൾ ഗോസസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗോസസ് ലോ, ആംബിയേഴ്സ് ലോ, ഇതൊക്കെ പ്ലസ് ടു പഠിച്ചതാണ്. ഈ ജി മെയിൻ പല എൻട്രൻസ് എക്സാമിനും മെയിൻലി ക്വസ്റ്റ്യൻ വരുന്നത് ഈ ആംബിയർ സർക്യൂട്ടൽ ലോ ഒക്കെ വെച്ച് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് around a loop of wire, around the loop of wire which is passing a current I. ഇതൊക്കെ നിങ്ങൾ ജി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ യു ഓൾറെഡി സ്റ്റഡീഡ് മെയിൻ കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക്സ് ഇൻ പ്ലസ് ടു ക്ലാസ്സസ്. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് ഒരു ടോപ്പിക്കും കൂടി തുടങ്ങിയിട്ട് വരാം. ഓക്കെ, സോ അപ് ടു ദിസ് വി ഡിസ്കസ് calculus in our electromagnetics. So in order to okay, first we are going to learn the equation of continuity. ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ദ ബേസിക് ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി means an arbitrary volume V, and that it says that the total current flowing out of a volume should be equal to the rate of decrease of charge within the volume. Consider a volume V. Then what is current? Current is the flow of electrons or the flow of charge. Charge flow ആണ് നമ്മൾ current എന്ന് പറയുന്നത്. So if we have an arbitrary volume V and if current is flowing out of volume means that charge is flowing out of that volume, right? So that means there will be a decrease in that volume. There will be a rate of decrease of charge in that volume. And mathematically, we can represent that conservation of charge. Our property is conservation of charge. So mathematically representing that conservation of charge property, we can represent it as surface integral J dot ds equal to minus dou by dot വോളിയം ഇൻറ്റഗ്രൽ റോ ഡി വി. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്തിനാണ് നമ്മൾ സർഫസ് ഇൻറ്റഗ്രൽ which is flowing through unit area. If we have unit area, then J, if current I is flowing in this direction, J, it is the current density vector. It gives how much current is flowing through unit area. So surface integral over. So if we want to calculate the total current flowing through this surface, to calculate the total current flowing through this surface, just surface integral J dot ds. എന്ത് ചെയ്യാം? J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി വെക്ടർ ആണ്, അതായത് യൂണിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് സർഫസ് ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. Similarly, so we get the mathematical aspect of the total current flowing out of volume. Now, how can we represent rate of decrease of charge within volume? Of charge.
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് വീണ്ടും വൈഫൈ കണക്ഷൻ എന്തോ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് പോയതാണ്. ഓക്കെ, സോ 12:08 അവർ തീരാനായി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അടുത്ത ഡിസ്കണക്ഷൻ വരുന്നതിന് മുമ്പ് അറ്റൻഡൻസ് പറഞ്ഞു. അറ്റൻഡൻസ് 1 നമ്പർ പറഞ്ഞാൽ 1 മുതൽ പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങൾ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.